ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തു എല്ലാവരും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ സ്മാർട്ടായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്പോർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം ആണോ ആ ടൈമിൽ പ്രോപ്പർലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നുണ്ടാവുക. പഠിപ്പിക്കുന്നതിൽ അറിയാത്ത കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട്സ് പോലെ ആഡ് ചെയ്ത് വെക്കുക. പിന്നീട് ജസ്റ്റ് ആ നോട്ട്സ് മാത്രം റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Which team won 2025-26 ദുലീപ് ട്രോഫി? 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്ത ടീം ഏതാണ്? അപ്പൊ അറിയുക, ഈ ദുലീപ് ട്രോഫി എന്ന് പറയുമ്പോൾ ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് അറിയണം. ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് GK വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ദുലീപ് ട്രോഫി ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അപ്പൊ അറിയുക, ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടൂർണമെന്റ് ആണ് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്. 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് സെൻട്രൽ സോൺ ആണെന്ന് കൂടി ഓർക്കുക. കേട്ടോ, പഠിച്ചു പോണേ. 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്ത ടീം ഏതാണ്? അത് സെൻട്രൽ സോൺ ആണെന്ന് ഓർക്കുക. അപ്പൊ ദുലീപ് ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്നത് സെൻട്രൽ സോൺ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ വിന്നർ നമ്മൾ പറഞ്ഞു സെൻട്രൽ സോൺ ആണെന്ന്. റണ്ണർ അപ്പ് ഏത് സോൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ സൗത്ത് സോൺ ആണ്. ഓക്കെ, അപ്പൊ 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്നത് സെൻട്രൽ സോൺ ആണ്. ഇവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് സൗത്ത് സോൺ ആണെന്ന് ഓർക്കുക. ദുലീപ് ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് സെൻട്രൽ സോണിൽ നിന്നുള്ള അല്ലെങ്കിൽ സെൻട്രൽ സോണിലെ സാരൻഷ് ജെയിൻ ആണ്. കേട്ടോ, പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ്? സാരൻഷ് ജെയിൻ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ഓർത്തിരിക്കുക. പറഞ്ഞത് ഇങ്ങനെ, 2025-26 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്നത് സെൻട്രൽ സോൺ ആണ്. ദുലീപ് ട്രോഫി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്, ഇപ്പൊ നമുക്കറിയാം. വിൻ ചെയ്യുന്നത് സെൻട്രൽ സോൺ ആണ്. റണ്ണർ അപ്പ് എന്ന് പറയുന്നത് സൗത്ത് സോൺ ആണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് സാരൻഷ് ജെയിൻ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വിച്ച് കൺട്രി വൺ ദി 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്? 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ODI വിൻ ചെയ്തത് ഏത് രാജ്യമാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ ആൻസർ വന്നിട്ടുണ്ടാവുക. 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്ത നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വിൻ ചെയ്യുന്ന ഇവന്റുകളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 100% ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കേട്ടോ, നമ്മുടെ മുന്നേ നടന്നിട്ടുള്ള SSC എക്സാംസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തിട്ടുള്ള ഇവന്റുകളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പോർഷനിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്തത് ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് വിൻ ചെയ്തത്. അപ്പൊ 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമാണ്. ഇത്രയും കണക്റ്റഡ് ഫാക്റ്റുകൾ നമ്മുടെ 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ ശ്രീലങ്കയിലുമാണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. കേട്ടോ, ചാമ്പ്യൻസ് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഓർക്കുക, ഇന്ത്യയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണ് ഇത്. കേട്ടോ, ഇന്ത്യയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണിത്. ഇവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. ചിലപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഇന്ത്യ വിൻ ചെയ്യുന്ന ഇവന്റിന്റെ റണ്ണർ അപ്പും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ അറിയുക, 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. ഇവയുടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. ഇവിടെ റണ്ണർ അപ്പ് എന്ന് പറയുന്നതോ സൗത്ത് ആഫ്രിക്കയുമാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഇവിടുത്തെ പ്ലെയർ
ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ലോറ വോൾവാർഡറ്റ് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയുമാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഓർക്കുക, ഇന്ത്യയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണ് ഇതെന്ന് പറയുന്നത്. റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇവിടെ സൗത്ത് ആഫ്രിക്കയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ദീപ്തി ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ലോറ വോൾവാർഡറ്റ് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ആരാ? ദീപ്തി ശർമ്മ. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ദീപ്തി ശർമ്മയുമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് ഓർത്തിരിക്കാനായിട്ട് പറ്റുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അറിയാത്തതെല്ലാം ജസ്റ്റ് ആൻസറും ഒരു പോയിന്റ് വൈസ് നോട്ടിലോട്ട് ആഡ് ചെയ്തേക്ക് കേട്ടോ. ഹൗ മെനി ഗോൾഡ് മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ അറ്റ് ദി 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്? കേട്ടോ, അപ്പൊ 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പില് നമ്മുടെ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ ആണ് ലഭിച്ചത്? അതാണ് ക്വസ്റ്റ്യൻ. 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പില് നമുക്ക് എത്ര ഗോൾഡ് മെഡൽ ആണ് ലഭിച്ചത്? നമുക്ക് ആകെ 1 ഗോൾഡ് മെഡൽ ആണ് ലഭിച്ചത് കേട്ടോ. അപ്പൊ 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പില് നമുക്ക് ആകെ ലഭിച്ചത് 1 ഗോൾഡ് മെഡൽ മാത്രമാണ്. ഓക്കെ, 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പില് നമുക്ക് ആകെ ലഭിച്ചത് എത്ര ഗോൾഡ് മെഡൽ ആണ്? 1 ഗോൾഡ് മെഡൽ ആണ് ലഭിച്ചത്. അറിയുക, 2025 ആർച്ചറി വേൾഡ് കപ്പ് കേട്ടോ. അപ്പൊ 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് അത് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? സൗത്ത് കൊറിയയിലാണ് കേട്ടോ. 2025 വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? സൗത്ത് കൊറിയയിലാണ്. മെഡൽ ടാലിയില് അല്ലെങ്കിൽ മെഡൽ ടേബിളില് ടോപ്പിൽ വന്നതും സൗത്ത് കൊറിയ തന്നെയാണ്. സൗത്ത് കൊറിയക്ക് 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 4 ബ്രോൺസ്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് 2025 ഹോസ്റ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയ. മെഡൽ ടേബിളിൽ ടോപ്പിൽ വന്നതും സൗത്ത് കൊറിയ തന്നെയാണ്. 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 4 ബ്രോൺസ്. ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് 1 ഗോൾഡ് ആൻഡ് 1 സിൽവർ ആണ്. 1 ഗോൾഡ് ആൻഡ് 1 സിൽവർ. ഇവിടെ ഇന്ത്യക്ക് 1 ഗോൾഡ് ആണ് ലഭിച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പില് ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ ആണ് ലഭിച്ചത്? 1 ആണ്. അപ്പൊ അറിയുക, ഇവിടെ മെൻസ് ടീം കാറ്റഗറി ആണ് ഈ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത് കേട്ടോ. മെൻസ് ടീം കാറ്റഗറി ആണ് ഈ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത്. ഇത് ആരൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമേഷ് ഫ്യൂഗെ, അമൻ സായിനി, ഋഷഭ് യാദവ് കേട്ടോ. പ്രഥമേഷ് ഫ്യൂഗെ, അമൻ സായിനി, ഋഷഭ് യാദവ്. ഓക്കെ, അപ്പൊ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് സൗത്ത് കൊറിയ ആണ്. സൗത്ത് കൊറിയക്ക് 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 4 ബ്രോൺസ്. ഇവിടെ വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യക്ക് 1 ഗോൾഡ് മെഡൽ തന്നെയാണ്. ഈ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത് മെൻസ് ടീം കാറ്റഗറി ആണ്. അത് ആരൊക്കെ ഇൻക്ലൂഡ് ആണ്? പ്രഥമേഷ് ഫ്യൂഗെ, അമൻ സായിനി ആൻഡ് ഋഷഭ് യാദവ്. ഓക്കെ, പിന്നെ ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. വിച്ച് ടീം വൺ ദ ടൈറ്റിൽ ഓഫ് ഡ്യൂറന്റ് കപ്പ് 2025? 2025 ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്ത ടീം ഏതാണ്? ഡ്യൂറന്റ് കപ്പ് 2025 വിൻ ചെയ്യുന്നത് ഏത് ടീമാണ്? 2025 ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെന്ന് അറിയുക കേട്ടോ. 2025 ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെന്ന് അറിയുക. അപ്പൊ ക്വസ്റ്റ്യൻ വരും, ഈ ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ, ദുലീപ് ട്രോഫി. ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിരുന്നു അല്ലേ? അറിയുക, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ന് അറിയുക. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ്. ഇവരുടെ സെക്കൻഡ് ടൈറ്റിൽ ആണെന്ന് കൂടി അറിയുക. ചിലപ്പോൾ ആ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്യുന്നത്, ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും
റണ്ണറപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് ഹാർബർ ആണെന്ന് കൂടി ഓർക്കുക. അപ്പൊ ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, അവരുടെ സെക്കൻഡ് ടൈറ്റിൽ ആണിത്. ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ പഠിച്ചു പോണേ. നമുക്ക് അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ഹൂ വൺ ദി ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025? 2025 ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് ആരാണ്? 2025 ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് അത് ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. 2025 ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് ആരാണ്? അത് ദിവ്യ ദേശ്മുഖ് ആണ്. 2025 ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദിവ്യ ദേശ്മുഖ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ദിവ്യ ദേശ്മുഖ് ഏത് സ്റ്റേറ്റ് ആണെന്നായിരിക്കും അറിയുക, മഹാരാഷ്ട്ര. അപ്പൊ ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025 വിൻ ചെയ്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദിവ്യ ദേശ്മുഖ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025 ഹെൽഡ് ചെയ്യുന്ന എവിടെയാ? ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെയാണ്? ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടാണ്. ഇവിടെ ചാമ്പ്യൻ എന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖ് ആണ്. റണ്ണറപ്പ് എന്ന് പറയുന്നത് കൊനേരു ഹംപിയുമാണ് കേട്ടോ. പറഞ്ഞത് ഇങ്ങനെയാണ്, ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025 വിൻ ചെയ്യുന്നത് ദിവ്യ ദേശ്മുഖ് ആണ്. അവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് കൊനേരു ഹംപി. അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇത് ഹെൽഡ് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടാണെന്ന് കൂടി അറിയുക. അപ്പൊ പറയുന്നു ഫിഡെ വുമൻസ് ചെസ് വേൾഡ് കപ്പ് 2025 ഹെൽഡ് ചെയ്ത് എവിടെയാണ്? ജോർജിയയിലെ ബട്ടൂമിയിൽ വെച്ചിട്ടാണ്. ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖ് ആണെന്ന് അറിയുക. റണ്ണറപ്പ് എന്ന് പറയുന്നതോ കൊനേരു ഹംപിയുമാണ്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ വൺ ഹൗ മെനി മെഡൽ ഇൻ 2025 സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്? സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യ ടോട്ടൽ കരസ്ഥമാക്കിയത് 12 മെഡൽസ് ആണ് കേട്ടോ. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യ ടോട്ടൽ കരസ്ഥമാക്കിയത് 12 മെഡൽ ആണ്. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യ ടോട്ടൽ കരസ്ഥമാക്കിയത് എത്രയാണ്? 12 മെഡൽസ് ആണെന്ന് കൂടി അറിയുക. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? അത് ജർമ്മനിയിൽ വെച്ചിട്ടാണ് കേട്ടോ. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് അത് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? ജർമ്മനിയിൽ വെച്ചിട്ടാണ്. അപ്പോ മെഡൽ ടേബിളിൽ ടോപ്പിൽ വരുന്നത് ജപ്പാനാണ്. ജപ്പാൻ ടോട്ടൽ എത്ര മെഡൽ? 79 മെഡൽസ്. അപ്പോ സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 12th ആണ്. ഇത് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ടോപ്പിൽ വന്നത് ജപ്പാനാണ്. ജപ്പാന് ടോട്ടൽ 79 മെഡൽസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാ? 20th ആണ് കേട്ടോ. അതുകൂടി അറിയുക. ചിലപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 20th ആണ്. ഇന്ത്യക്ക് 2 ഗോൾഡ് 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ ലഭിക്കുന്നത് 12 മെഡൽ ആണ്. അപ്പൊ സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ടോട്ടൽ എത്ര മെഡൽ ആണ് ലഭിച്ചത്? അപ്പൊ അറിയുക, സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യക്ക് ടോട്ടൽ ലഭിച്ചത് 12 മെഡൽ ആണ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 20th ആണെന്ന് ഓർക്കുക. 12 മെഡലില് 2 ഗോൾഡ് 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. അത്ര ഓക്കെ ആയല്ലോ. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ മെഡൽ ടേബിളിൽ ടോപ്പിൽ വന്നത് ജപ്പാനാണ്. ജപ്പാനിൽ ലഭിക്കുന്നത് ടോട്ടൽ 79 മെഡൽസ് ആണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 20th ആണ്. 2 ഗോൾഡ് 5 സിൽവർ ആൻഡ് 5 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ 12 മെഡൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വിച്ച് കൺട്രി വൺ 2025 ഐസ് ഹോക്കി വുമൻസ് ഏഷ്യ കപ്പ്? കേട്ടോ, 2025 ഐസ് ഹോക്കി വുമൻസ് ഏഷ്യ കപ്പ് വിൻ ചെയ്യുന്നത് ഏത് രാജ്യമാണ്? അതാണ് ക്വസ്റ്റ്യൻ. 2025 ഐസ് ഹോക്കി വുമൻസ് ഏഷ്യ കപ്പ് വിൻ ചെയ്യുന്നത് ഫിലിപ്പൈൻസ് ആണെന്ന് അറിയുക കേട്ടോ. ഓക്കെ, അപ്പൊ 2025 ഐസ് ഹോക്കി വുമൻസ് ഏഷ്യ കപ്പ് വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിന്റെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. ഇത് ഹോസ്റ്റ് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വെച്ചിട്ടാണ്. റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇറാൻ ആണ്. ഓർക്കുക, ക്വസ്റ്റ്യൻ വരും. ഇവിടെ തേർഡ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാണ് കേട്ടോ. തേർഡ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക്. അപ്പൊ അറിയുക,
ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് UAE ആണ്. വിൻ ചെയ്യുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഈ ഫിലിപ്പൈൻസിന്റെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് കൂടി ഓർക്കുക. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇറാൻ ആണ്. മൂന്നാമത്തെ പോസ്റ്റിൽ വന്നിരിക്കുന്നത്, തേർഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് പ്ലെയർ വൺ നോർവേ ചെസ് 2025 ടൂർണമെന്റ്? അപ്പോ നോർവേ ചെസ് 2025 ടൂർണമെന്റ് വിൻ ചെയ്യുന്നത് ആരാണ്? പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അതായത് 2025 നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്യുന്നത് നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ. 2025 നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്യുന്നത് നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ തന്നെയാണ്. അപ്പൊ 2025 നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്യുന്നത് നോർവേക്കാരനായിട്ട് തന്നെയുള്ള മാഗ്നസ് കാൾസൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, 2025 നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്യുന്നത് നോർവേക്കാരനായിട്ട് തന്നെയുള്ള മാഗ്നസ് കാൾസൺ ആണ്. 2025 നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്തത് നോർവേക്കാരനായിട്ട് തന്നെയുള്ള മാഗ്നസ് കാൾസൺ. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മാഗ്നസ് കാൾസൺ ഏത് രാജ്യമാണെന്ന്. അതിന് ആൻസർ ഏത് രാജ്യമാണ്? നോർവേ ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്തത് മാഗ്നസ് കാൾസൺ. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ US-ൽ നിന്നും ഫാബിയാനോ കരുവാനയാണ് കേട്ടോ. അപ്പോ 2025 നമ്മുടെ നോർവേ ചെസ് ടൂർണമെന്റ് വിൻ ചെയ്ത ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് US-ൽ നിന്നും ഫാബിയാനോ കരുവാനയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്താ നോക്കേ, വിച്ച് കൺട്രി വൺ ടൈറ്റിൽ ഓഫ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഏത് രാജ്യമാണ്? വിച്ച് കൺട്രി വൺ ദി ടൈറ്റിൽ ഓഫ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്? 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത രാജ്യം ഏതാണ്? 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗത്ത് ആഫ്രിക്കയാണ്. അപ്പൊ അറിയുക, 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സൗത്ത് ആഫ്രിക്കയാണ്. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഈ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലണ്ടനിൽ വെച്ചിട്ടാണ്. പറഞ്ഞു, ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് കൂടി അറിയുക. അപ്പൊ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ റണ്ണറപ്പ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. പറഞ്ഞ മനസ്സിലായോ? ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലണ്ടനിൽ വെച്ചിട്ടാണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അറിയുക, സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണിത്. റണ്ണറപ്പ് എന്ന് പറയുന്നതോ ഓസ്ട്രേലിയ ആണ്. റണ്ണറപ്പ് ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ജോയ് റൂട്ട് ആണ്. എത്രയാണ്? 1968 റൺ. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയയിൽ നിന്ന്, 80 വിക്കറ്റ്സ്. ഓക്കെ, അപ്പോ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണ് ഇതെന്നുകൂടി അറിയുക. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നതോ ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ജോയ് റൂട്ട് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തതോ അത് പാറ്റ് കമിൻസും ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രോപ്പർലി ഓർത്തിരിക്കുക. അപ്പോ പറഞ്ഞത് ഇങ്ങനെ, നമ്മുടെ 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചാമ്പ്യൻസിനെ ഓർക്കുക സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാ. IPL 2025 ടൈറ്റിൽ വിൻ ചെയ്തത് ഏത് ടീമാണ്? 2025 IPL ടൈറ്റിൽ വിൻ ചെയ്തത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്, RCB ആണ് അല്ലെ. 2025 IPL ടൈറ്റിൽ വിൻ ചെയ്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് കേട്ടോ. അപ്പൊ 2025 IPL ടൈറ്റിൽ വിൻ ചെയ്യുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ആ ഫസ്റ്റ് ടൈറ്റിൽ ആഫ്റ്റർ 18 ഇയേഴ്സ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു? രജത് പാട്ടിദാർ ആയിരുന്നു. പറഞ്ഞ രണ്ട് പോയിന്റുകൾ ഇങ്ങനെ, 2025 IPL ടൈറ്റിൽ വിൻ ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു.
ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പാട്ടിദാർ ആണ്. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രേയാസ് അയ്യർ കൂടിയാണ്. അറിയുക 2025 നടന്ന IPL എത്രാമത്തെ എഡിഷൻ ആണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. 18th എഡിഷൻ ആണ്. അതുപോലെ എത്ര മാച്ചസ്? 74 മാച്ചസ്. ഫൈനൽ മാച്ച് നടന്നത് അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിച്ചോണേ. നമ്മുടെ 2025 IPL ടൈറ്റിൽ വിൻ ചെയ്യുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പാട്ടിദാർ ആണ്. റണ്ണറപ്പ് എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. ഈ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രേയാസ് അയ്യർ ആണെന്ന് കൂടി ഓർക്കുക. എത്രാമത്തെ എഡിഷൻ ആണെന്ന് അറിയണം. 2025 IPL എന്ന് പറയുന്നത് 18th എഡിഷൻ ആണ്. ടോട്ടൽ മാച്ചസ് എന്ന് പറയുന്നത് 74 ആണ്. ഫൈനൽ മാച്ച് നടന്നത് അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹൂ വൺ ദി മെൻ സിംഗിൾസ് ടൈറ്റിൽ അറ്റ് 2025 ഇന്തോനേഷ്യ ഓപ്പൺ. അതായത് 2025 ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾസ് ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? 1 സെക്കൻഡ്. അപ്പൊ 2025 ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്? അപ്പൊ ഇവിടെ നമ്മൾ അറിയണം, ഈ ഇന്തോനേഷ്യ ഓപ്പൺ എന്ന് പറയുന്നത് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുക? അതിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ അറിയണ്ടേ, ഇന്തോനേഷ്യ ഓപ്പൺ എന്ന് പറയുമ്പോൾ അത് ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇന്തോനേഷ്യ ഓപ്പൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ അറിയുക 2025 മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് 2025 ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ് കേട്ടോ. വിൻ ചെയ്യുന്നത് ആൻഡേഴ്സ് ആൻഡൻസൺ. അപ്പൊ വീണ്ടും ഓർക്കുക, 2025 ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ആൻഡേഴ്സ് ആൻഡൻസൺ ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ 2025 മെൻ സിംഗിൾ ടൈറ്റിൽ അല്ലെങ്കിൽ 2025 ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ഈ ആൻഡേഴ്സ് ആൻഡൻസൺ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഓപ്പൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ബാഡ്മിന്റൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്ത ഇവന്റ് ആണ് ഇന്തോനേഷ്യ ഓപ്പൺ. ഇന്തോനേഷ്യ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? ആൻഡേഴ്സ് ആൻഡൻസൺ ആണെന്ന് ഓർക്കുക. അപ്പോ ഇന്തോനേഷ്യ ഓപ്പൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇവിടെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ വിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏത് രാജ്യക്കാരാണെന്ന് കൂടി ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ 2025 ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇവിടെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ഈ ആൻഡേഴ്സ് ആൻഡൻസൺ ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡെൻമാർക്ക് ആണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പൊ 2025 ഇന്തോനേഷ്യ ഓപ്പൺ വിൻ ചെയ്തത് മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണ്. ആൻഡേഴ്സ് ആൻഡൻസൺ ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഡെൻമാർക്ക് ആണ്. ഇവിടെ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആൻസെ യങ് ആണ് കേട്ടോ. ആൻസെ യങ് ഏത് രാജ്യക്കാരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കൊറിയ. അപ്പോ സിമ്പിൾ ആയിട്ട് നോർത്തിരുന്നേ, ഇന്തോനേഷ്യ ഓപ്പൺ എന്ന് പറയുന്നത് ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2025 ഇന്തോനേഷ്യ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആൻഡേഴ്സ് ആൻഡൻസൺ ആണെന്ന് അറിയുക. ആൻഡേഴ്സ് ആൻഡൻസൺ ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഡെൻമാർക്ക് ആണ്. ഇവിടെ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആൻസി യങ് ആണ്. ആൻസി യങ് ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറോ സൗത്ത് കൊറിയ ആണ്. ഓക്കെ, ദെൻ അടുത്തത് മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് ദി 2025 ഇറ്റാലിയൻ ഓപ്പൺ. 2025 ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? മെൻ സിംഗിൾസ് ടൈറ്റിൽ അറ്റ് 2025 ഇറ്റാലിയൻ ഓപ്പൺ. 2025 ഇറ്റാലിയൻ ഓപ്പണിൽ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇറ്റാലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ 2025 ഇറ്റാലിയൻ ഓപ്പൺ വിൻ ചെയ്തത് നമ്മുടെ സ്പെയിൻകാരനായിട്ടുള്ള കാർലോസ് അൽക്കാറസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, 2025 ഇറ്റാലിയൻ ഓപ്പൺ. അപ്പൊ അറിയുക, ഇറ്റാലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് തന്നെയാണ്. 2025 ഇറ്റാലിയൻ ഓപ്പൺ അവിടെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് സ്പെയിനിൽ നിന്നുള്ള ആരാണ്?
കാർലോസ് അൽക്കാറസ് ആണെന്ന് അറിയുക. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റാലിയൻ ഓപ്പൺ എന്ന് പറയുന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ്. 2025 ഇറ്റാലിയൻ ഓപ്പണില് മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന സ്പെയിൻകാരനായിട്ടുള്ള കാർലോസ് അൽക്കാറസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇവിടെ മെൻ സിംഗിൾ ടൈറ്റിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു, സ്പെയിനിൽ നിന്നുള്ള കാർലോസ് അൽക്കാറസ് ആണ്. വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ഇറ്റാലിയൻ ഓപ്പണില് വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ജാസ്മിൻ പാവോലിനിയാണ്. ഏത് രാജ്യമാണെന്ന് അറിയുക? ഇറ്റലിയാണ്. കേട്ടോ, ജാസ്മിൻ പാവോലിനിയാണ്. ഏത് രാജ്യമാണ്? ഇറ്റലി. അപ്പൊ 2025 ഇറ്റാലിയൻ ഓപ്പൺ വിൻ ചെയ്യുന്നത് സ്പെയിനിൽ നിന്നുമുള്ള കാർലോസ് അൽക്കാറസ് ആണ്. വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നുമുള്ള ജാസ്മിൻ പാവോലിനി ആണെന്ന് കൂടി ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. Which team won the title of 2025 Women's Premier League? 2025 വുമൺസ് പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്ന ടീം ഏതാണ്? 2025 വുമൺസ് പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്നത് ഏത് ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈ ഇന്ത്യൻസ് ആണ്. കേട്ടോ, 2025 വുമൺസ് പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്ന ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 2025 വുമൺസ് പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്ന ടീം ഏതാണെന്ന് പഠിച്ചു, അത് മുംബൈ ഇന്ത്യൻസ് ആണെന്ന് അറിയുക. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നതോ ഡൽഹി ക്യാപിറ്റൽ. റണ്ണറപ്പ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. കേട്ടോ, ഈ പഠിപ്പിക്കുന്നതിൽ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ പാടില്ല. കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഫാക്ട് കൂടി ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കേട്ടോ, അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, 2025 വുമൺസ് പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസ്, റണ്ണറപ്പ് എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ 2025 വുമൺസ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്, റണ്ണറപ്പ് എന്ന് പറയുന്നതോ ഡൽഹി ക്യാപിറ്റൽസ്. ഓക്കെ, അടുത്തത് ഹൂ വൺ ദി മിയാമി ഓപ്പൺ 2025 വുമൺസ് സിംഗിൾ ടൈറ്റിൽ? കേട്ടോ, 2025 മിയാമി ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്? മിയാമി ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യാന സബലങ്കയാണ്. കേട്ടോ, 2025 വുമൺ സിംഗിൾ ടൈറ്റിൽ അറ്റ് മിയാമി ഓപ്പൺ. മിയാമി ഓപ്പൺ 2025 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആര്യാന സബലങ്കയാണ്. ഈ ആര്യാന സബലങ്ക ഏത് രാജ്യമാണെന്ന് ചോദിക്കും? ബെലാറസ് ആണ്. കേട്ടോ, ഏതാണ്? ബെലാറസ്. ഓക്കെ, അപ്പൊ 2025 മിയാമി ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആര്യാന സബലങ്കയാണെന്ന് ഓർക്കുക. ഈ ആര്യാന സബലങ്ക ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ബെലാറസ് ആണ്. ഇവിടെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ജാക്കൂബ് മെൻസിക് ആണെന്ന് അറിയുക. കേട്ടോ, അപ്പോ ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മിയാമി ഓപ്പൺ എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് അറിയുക. ഈ മിയാമി ഓപ്പണില് നമ്മുടെ മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ജാക്കൂബ് മെൻസിക്കും, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ജാക്കൂബ് മെൻസിക്കും, വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണെന്നുകൂടി മറക്കാതെ ഓർത്തിരിക്കുക. പറഞ്ഞത് ഇങ്ങനെ, മിയാമി ഓപ്പൺ 2025 എന്ന് പറയുന്നത് ടെന്നീസ് ടൂർണമെന്റ് ആണെന്ന് അറിയുക. ഇവിടെ വുമൺസ് വിന്നർ എന്ന് പറയുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ആരുമാണ്? ജാക്കൂബ് മെൻസിക് ആണെന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് പറഞ്ഞ ഇങ്ങനെ, വിച്ച് ടീം ഹാസ് വൺ രഞ്ജി ട്രോഫി 2025 ടൈറ്റിൽ? രഞ്ജി ട്രോഫി 2025 ടൈറ്റിൽ വിൻ ചെയ്യുന്ന ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വിദർഭയാണ്. കേട്ടോ, 2025 രഞ്ജി ട്രോഫി വിൻ ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് വിദർഭ. അപ്പൊ ക്വസ്റ്റ്യൻ വരും, ഈ രഞ്ജി ട്രോഫി ഒക്കെ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. കേട്ടോ, രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നമ്മൾ പഠിച്ചായിരുന്നു, ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇവന്റ് ആയിരുന്നു ദുലീപ് ട്രോഫി. അതുപോലെ രഞ്ജി ട്രോഫിയും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കേട്ടോ, അപ്പൊ രഞ്ജി ട്രോഫി ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടൂർണമെന്റ്. ഇവിടെ വിൻ ചെയ്യുന്നത് വിദർഭ എന്ന് പറയുന്ന ടീമാണ്. റണ്ണറപ്പ് എന്ന് പറയുന്നതോ നമ്മുടെ കേരളയുമാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ഹർഷ് ദൂബെയാണെന്ന് കൂടി ഓർക്കുക. അപ്പൊ രഞ്ജി ട്രോഫി 2025 എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് വിദർഭയാണെന്ന് ഓർക്കുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളയുമാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് വിദർഭയിൽ നിന്നുള്ള ഹർഷ് ദൂബെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ രഞ്ജി ട്രോഫി 2025 എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് വിദർഭയാണെന്ന് ഓർക്കുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളയാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് വിദർഭയിൽ നിന്നുള്ള ഹർഷ് ദൂബെയാണ്. അപ്പൊ രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് വിദർഭയാണെന്ന് ഓർക്കുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളയാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് വിദർഭയിൽ നിന്നുള്ള ഹർഷ് ദൂബെയാണെന്ന് കൂടി ഓർക്കുക.
ഓക്കെ, അടുത്തത് വിച്ച് കൺട്രി വൺ 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ്? കേട്ടോ, അപ്പോ തുടക്കത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യ വിൻ ചെയ്യുന്ന ഇവന്റുകളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുമെന്ന് അല്ലെ. അപ്പൊ അറിയുക 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പില് വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഉറപ്പാണ് ക്വസ്റ്റ്യൻ വരും, നോട്ട് ചെയ്ത് പഠിക്കുക. 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത് മലേഷ്യയിൽ വെച്ചിട്ടാണ്. വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, അപ്പോ 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ് കേട്ടോ, 2025 അണ്ടർ-19 വുമൺസ് T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണെന്ന് മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് വിച്ച് കൺട്രി okay, which country won the title of 2025 men's T20 Asia Cup? 2025 മെൻസ് T20 ഏഷ്യ കപ്പ് വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? 2025 മെൻസ് T20 ഏഷ്യ കപ്പ് വിൻ ചെയ്ത രാജ്യവും നമ്മുടെ ഇന്ത്യ ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 2025 മെൻസ് T20 ഏഷ്യ കപ്പും 2025 മെൻസ് T20 ഏഷ്യ കപ്പും വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ 2025 മെൻസ് T20 ഏഷ്യ കപ്പ് കേട്ടോ. വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ 9th ടൈറ്റിൽ ആണെന്ന് ഓർക്കുക. ഇത് ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. ഇവിടെ റണ്ണറപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവും ഇവിടുത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുമാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് അഭിഷേക് ശർമ്മ, ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് കുൽദീപ് യാദവ്. ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നു, മെൻസ് T20 ഏഷ്യ കപ്പ് 2025 ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. ഇവിടുത്തെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. ഈ മെൻസ് T20 ഏഷ്യ കപ്പില് ഇന്ത്യയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് 9th ടൈറ്റിൽ ആണെന്ന് കൂടി ഓർക്കുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവും ഇവിടുത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുമാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളതും അഭിഷേക് ശർമ്മ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത് കുൽദീപ് യാദവ്. പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ ഓർക്കുക. മെൻസ് T20 ഏഷ്യ കപ്പ് 2025 ഹോസ്റ്റ് ചെയ്യുന്നത് UAE, വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ. റണ്ണറപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ആണ്. പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയാണ്. ഈ അഭിഷേക് ശർമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളതോ അത് കുൽദീപ് യാദവ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മെൻസ് സിംഗിൾ ടൈറ്റിൽ 2025 US ഓപ്പൺ. 2025 US ഓപ്പണില് മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? 2025 US ഓപ്പണില് മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ആരാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ കാർലോസ് അൽക്കാറസ് ആണ്. 2025 US ഓപ്പണില് മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് കാർലോസ് അൽക്കാറസ് ആണെന്ന് കൂടി ഓർക്കുക. ഓൾറെഡി നമുക്കറിയാം കാർലോസ് അൽക്കാറസ് ഏത് രാജ്യമാണ്? സ്പെയിനാണ്. നമുക്കറിയാം US ഓപ്പൺ എന്ന് പറയുന്നതും ടെന്നീസ് ടൂർണമെന്റ് തന്നെയാണ്. US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾട്ടൺ അല്ലെ, ഫ്രഞ്ച് ഓപ്പൺ, അതെല്ലാം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം. ഗ്രാൻഡ് സ്ലാംസ് ആണ്, ടെന്നീസ് ടൂർണമെന്റ്സ് ആണ്. അപ്പൊ അതില് 2025 US ഓപ്പണില് അവിടെ മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് സ്പെയിനിൽ നിന്നുള്ള ആരാണ്? കാർലോസ് അൽക്കാറസ് ആണെന്ന് അറിയുക. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? അതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജാനിക് സിന്നർ. ജാനിക് സിന്നർ ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇറ്റലിയുമാണ്. അപ്പൊ 2025 US ഓപ്പൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് സ്പെയിൻകാരനായിട്ടുള്ള കാർലോസ് അൽക്കാറസ് ആണ്. ഇനി ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നറിനെ ആണെന്ന് കൂടി പ്രോപ്പർലി ഓർത്തിരിക്കുക. അപ്പൊ മറക്കാതെ പഠിച്ചോളുക. 2025 US ഓപ്പൺ വിൻ ചെയ്തത്, മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് സ്പെയിൻകാരനായിട്ടുള്ള കാർലോസ് അൽക്കാറസ് ആണ്. ഇവിടെ ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ. 2025 US ഓപ്പൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ കാർലോസ് അൽക്കാറസ് വിൻ ചെയ്തെങ്കിൽ 2025 US ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണെന്ന് ഓർക്കുക കേട്ടോ. 2025 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള
ആര്യാന സബലങ്കയാണെന്ന് ഓർക്കുക 2025 US ഓപ്പണില് ആര്യാന സബലങ്ക, ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്ക ടൈറ്റിൽ വിൻ ചെയ്യുമ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? അമാൻഡ അനിസിമോവ USA കാരിയായിട്ടുള്ള അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ് വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ഏതിന്റെ? 2025 US ഓപ്പൺ. ഓക്കെ, അപ്പൊ 2025 US ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണെന്ന് അറിയുക. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? USA കാരിയായിട്ടുള്ള അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്ക 2025 US ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നു. Which country topped at the medal tally at the 2025 World Boxing Championship? 2025 വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് കസാഖിസ്ഥാൻ ആണെന്ന് അറിയുക കേട്ടോ. 2025 വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് ഏത് രാജ്യമാണ്? കസാഖിസ്ഥാൻ ആണ്. ഇത് ഹോസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ വെച്ചിട്ടാണ്. മെഡൽ ടാലിയിൽ ഒന്നാമത് വന്നിരിക്കുന്നത് കസാഖിസ്ഥാനും രണ്ടാമത് വന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനുമാണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് തേർഡ് ആണ്. സോ ഡെഫിനറ്റ്ലി അറിയുക, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് തേർഡ് ആണ്. ഇവിടെ നമുക്ക് 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 1 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര മെഡൽ ആണ് ലഭിച്ചതെന്ന് ചിലപ്പോൾ ചോദിക്കാം. 4 മെഡൽ ആണ്. ഇന്ത്യയുടെ ഗോൾഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് മീനാക്ഷി ഹൂഡയും അതുപോലെ ജാസ്മിൻ ലംബോറിയയുമാണ്. ഓക്കെ, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ്. മെഡൽ ടേബിളിലെ ടോപ്പിൽ വന്നിട്ടുള്ളത് കസാഖിസ്ഥാൻ ആണ്. സെക്കൻഡ് പോസ്റ്റിൽ വന്നിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് എവിടെ നിന്ന് അറിയുക? തേർഡ് റാങ്ക് ആണ്. 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 1 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ 4 മെഡൽസ് ആണ്. ഇന്ത്യയുടെ ഗോൾഡ് വിന്നർ എന്ന് പറയുന്നത് മീനാക്ഷി ഹൂഡ ആൻഡ് ജാസ്മിൻ ലംബോറിയാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് കസാഖിസ്ഥാൻ. തേർഡ് പൊസിഷൻ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് തേർഡ് ആണ്. 2 ഗോൾഡ് 1 സിൽവർ ആൻഡ് 1 ബ്രോൺസ്, അങ്ങനെ ടോട്ടൽ 4 മെഡൽ. അപ്പോൾ ഇവിടെ ഗോൾഡ് മെഡൽ 2 ഗോൾഡ് വിൻ ചെയ്ത മീനാക്ഷി ഹൂഡ ആൻഡ് ജാസ്മിൻ ലംബോറിയുമാണ്. ഓക്കെ, അപ്പോ ടോട്ടലി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.